എന്ത് പോക്കാടോ, തീർന്നേനല്ല. കളിക്കല് കലേഷ കീ ഉണ്ടാ. വാ, ഒരു കാര്യം പറയട്ടെ. എന്താ വേണ്ട? ഒന്ന് വാടോ, വാ. എന്താ കാര്യം? എനിക്ക് പുഴ മത്സ്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കെങ്ങനെ ആഷിക്കേ? ഞാൻ കൂട്ടിക്കഴിഞ്ഞ പുഴ മത്സ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ പലരും അടുത്ത് കൊള്ളാവുന്നവന്മാരുടെ ഭാര്യമാരാ ഇപ്പോൾ. നീ ഇപ്പം എന്തിനാ എന്നെ തടഞ്ഞേ? നിനക്കെന്താ വേണ്ടേ? ആഭ്യന്തരമന്ത്രിയുടെ ചുളുവിലയിൽ സ്ഥലവും ബിൽഡിങ്ങും കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത് എൻ്റെ ബിനാമിയാണ്. നിങ്ങളെ കൂടെ കാശ് ബാങ്കിൽ നിന്ന് എടുപ്പിക്കാം. പാവം ഭാഗ്യനാഥ് സാർ അത് വിശ്വസിച്ചു. അത് പോട്ടെ. അയ്യോ, ഇതല്ല ചതി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ചതി. നീ നിന്റെ കൂട്ടുകാരോട് ചെയ്യാൻ പോകുന്ന യഥാർത്ഥ ചതി. നിനക്ക് എന്താ വേണ്ടേ? കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശ് വേണം, 20 ലക്ഷം. അത് നിന്റെ കൈ കൊണ്ട് മാനവന്റെ വീട്ടിൽ നിന്ന് എടുത്തു തരണം ഈ രാത്രി. എന്താ എന്നെ പറ്റി വിചാരിച്ചേ? പറയുന്നേട്ട് ഓച്ചാനിച്ചാൽ കുറെ എണ്ണം കാണും എനക്ക്. പക്ഷെ ചെങ്ങായിമാരെ പറ്റിച്ചുള്ള പണിക്ക് എന്നെ കിട്ടൂല കേട്ടോ. എന്താണ് ആശിക്കത്? കൈയെടുക്ക്. എന്താണ് വായത്? ഞാൻ നേരത്തെ പറഞ്ഞ പുഴമീനുകളെ പിടിച്ച് തിന്നാൻ മാത്രമല്ല, അതിനെ പിടപ്പിച്ച് കൊല്ലാനും ഈ കലേഷനൊരു മടിയില്ല. എടാ, നിന്റെ പെങ്ങളിപ്പം സലീമിൻ്റെ ഒപ്പം ഹണിമൂണ് പോയേക്കാണല്ലേ മൈസൂർ? പാർക്ക് ഹോട്ടൽ, നമ്മുടെ ഹോട്ടലാണ്. അവിടെ 126 മുറിയിൽ അവരുടെ ബെഡ്റൂംസ് നിനക്ക് ലൈവായിട്ട് എൻ്റെ ഫോണിൽ കാണണം. അല്ലെങ്കിൽ തിരിച്ച് വിരുന്ന് സൽക്കാരത്തിന് അവർ വരുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് പാണ്ടി ലോറി വന്നിട്ട് ബൂം. അവിടെ നാളെ വീട്ടു സൽക്കാരത്തിന് നിനക്ക് കൂടണോ അല്ലെങ്കിൽ അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടണോ എന്ന് നീ ആലോചിക്കും. ഞാൻ പോട്ടാഷിക്ക. സാരല്ല, ഇഞ്ഞി പറഞ്ഞു പെട്ടെന്ന് എന്താ പോലെ തോന്നി. എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ലടാ. പോയത് പോയി, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സാറിന് അറിയിക്കാം. ഇനി അതാ വേണ്ടത്. പൈസ പോയെന്ന് പറഞ്ഞാലൊന്നും സാറ് വിശ്വസിക്കില്ല. ഞാൻ അവിടെ പോയി പറയാം. അല്ല മനു, നമുക്ക് കാർത്തിക മാഡത്തിനോട് പറഞ്ഞാലോ? ഓരെന്തെങ്കിലും വഴി പറഞ്ഞുതരും. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാ മാം. കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണത്. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും ചെല്ല്. ഓക്കെ സർ. സർ, രണ്ടുപേർ കാണാൻ വന്നിട്ടുണ്ട്. വരച്ചോളൂ സർ. സർ, കാർത്തിക മാം. கார்த்திகா மேடமா? உட்காரு. அவர் போயாச்சு. பாண்டிச்சேரிக்கு ட்ரான்ஸ்ஃபர் ஆயிடுச்சு. நான் தான் புதிய எஸ்ஐ സുബ്രഹ്മണ്യം. ഞങ്ങൾ വന്നത് മാഡത്തിനെ കാണാനാ. ചില കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. സർ, മാഡത്തെ നേരത്തെ നല്ല പരിചയമുള്ളതേനു. நானும் அவரை போலதான். ரொம்ப நல்ல மனசுக்காரன். எல்லா பிரச்சனத்தையும் சால்வ் பண்ற காவலாளு தான். உங்களை பத்தி நான் நல்லாவே கேள்விப்பட்டிருக்கேன். நீங்க வந்து தண்ணி அடிக்கிற பசங்களை முழுசா நன்னாக்க போற ஆளுங்க தானே? യെസ് സർ. என்ன பிரச்சனை என்ன வேணாலும் கேளு, நான் சரி பண்ணிக்கிறேன். സാറിൻ്റെ എന്ത് ഹെൽപ്പും അപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? கண்டிப்பா. അപ്പോൾ വരാം സാർ. ஓகே ഓക്കെ, താങ്ക് യു. காலேஷ் சார் வந்திருந்தேன். உங்க ஃப்ரெண்ட்ஸ் வந்திருந்தேன். நான் எல்லா ஹெல்ப்பும் பண்றேன்னு சொல்லிட்டேன். ശരി. எல்லாமே நான் பாக்குறேன் சார். ആരാ? ലളിതാമയല്ലേ? അതെ. ഞാൻ കലേഷ്, ഇവളുടെ അച്ഛൻ്റെ വകയിലൊരു ബന്ധുവാണ്. ഓ, എന്നിട്ടാ ഇവള് മിണ്ടാതെ നിൽക്കുന്നത്? ഈ വരുന്ന 16-ാം തീയതി എൻ്റെ മകളുടെ പിറന്നാളാണ്. അപ്പം അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ആ, മോനിരിക്കി, ഞാൻ ചായ എടുക്കാം. ശരി. നീ നിന്റെ മറ്റവനും കുറെ കോമാളികളും ചേർന്ന് എൻ്റെ കച്ചവടം പൊട്ടിക്കാനുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തിക്കോ. അല്ലെങ്കിൽ നിന്നെ അവനെയും ആ തള്ളയടക്കം ഞാൻ ഇല്ലാണ്ടാണ്. ഇനി പൈസ എടുത്തതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. എൻ്റെ പാവച്ചനെ കൊല്ലാൻ മടി കാണിക്കാത്തവനല്ലേ ഇഞ്ഞ്. ഇത് പുറത്താരോടും പറയലേട്ടോ. ജീവിച്ച് പൊക്കോട്ടെ, ഞാൻ എനിക്കും ജീവിക്കണ്ടേ.
ഏ അല്ല ആരാ അത്? ഇത് നിങ്ങളെ കുടിപ്പിച്ച് കിടത്താനുള്ള കുപ്പിയല്ല. ഞാൻ വെള്ളടി നിർത്താൻ പോവാ. അതിന്റെ പാർട്ടിയാ. വെള്ളോടി നിർത്താനും വെള്ളം അതെന്തായാലും കൊള്ളാം. അതെന്തായാലും എൻ്റെ സ്റ്റാൻഡേർഡ് തീരുമാനാട്ടോ. ഇത്രയും കാലം നമ്മളെ കുടിപ്പിച്ച് കിടത്തിയ പ്രേമന് മാനസാന്തരം. ഇനി നന്നായോ പ്രേമ? അറിയിക്കാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്ന് ഓട്ടത്തോടോട്ടം. ഈ ഓട്ടത്തിന്റെ അവസാനം ഞാൻ കടലെടുക്കാൻ പോവാ. ലേസിയുണ്ട്. അത് സൂപ്പറായി പോയി. ശിഷ്ടകാലം ഇനി ദുബായിൽ. അപ്പൊ ബാറിലെ പണി വിട്ടാ? വക്കീലാവാൻ പറ്റാത്തതിന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ബാറ് കരുത്. മുതലാളി ചെറ്റിയാന്നുള്ള അറിയാൻ വൈകിപ്പോയി. അയാൾ വ്യാജന. പോരാത്തിന് പെൺകുട്ടികളെ തുരുത്തു കൊണ്ടുപോയിട്ട് മറ്റേ പരിപാടിയുണ്ട്. അപ്പൊ ഇനിയല്ലേ പറഞ്ഞു മുതലാളി രാജാവാണ് പടച്ചോനാണെന്നൊക്കെ? അതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള ഗതികേട്ടോണ്ട് പറഞ്ഞു പോയതല്ലേ. പരമനാറിയെന്നുള്ള പിന്നല്ലേ മനസ്സിലായത്. ഞാൻ ക്ലാസ് എടുത്തിട്ട് ആക്രാന്തം വേണ്ട, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ കഴിക്കേ. പോവലടോ, ഇങ്ങനത്തെ സാധനം ഇതുവരെ കുടിച്ചില്ലല്ലോ. എനിക്ക് ഒരാളെ കാണാണ്ട്. ശരി. ഇവനിതെന്ത് പറ്റി? ഇവനിപ്പോള് ഭയങ്കര കുറ്റബോധത്തിന്റെ അസുഖ. കുറ്റബോധമൊക്കെ സൂക്കറിന് കൊടുത്ത് കൂട്ടിയോ? കുറച്ച് വെച്ചാൽ മതി. ഇതിലധികം വെള്ളം ഒഴിക്കാൻ ഐസ് ക്യൂബ് ഇട്ടില്ല ശരിക്കും ഇത് കുടിക്കണം. അതെ അതെ, അതാ ഇങ്ങനത്തെ ഐറ്റംസിന്റെ പ്രത്യേകത. എടാ എൻജോയ് ചെയ്ത് അടിക്കടാ. എടാ അങ്ങനെ അടിക്കലടാ. സിപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കെ. അതാണ് അതിന്റെ ഒരു ഇത്. അല്ലടോ, എനിക്ക് അവിടുന്ന് എത്ര പെട്ടെന്ന് വിസിറ്റ്? എനിക്ക് ഗഫൂർക്ക വന്ന്. ഏത് നമ്മളെ പഴയ ഗഫൂർക്ക? ഒരു ഞങ്ങള് പോണേ. എന്നാ പോയത് തന്നെ. ഒയ്ക്ക് ഇങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ടടോ. ഞാനിന്ന് പോ. നിങ്ങളെ നന്നാക്കായേ എനക്കെന്നല്ല, ലോകത്ത് വേറെ ആർക്കും പറ്റൂല. എനക്കെന്താ ഇന്നോട് പ്രേമ മണ്ണങ്കട്ടെ എനക്കിന്നോട്. ഇനി എന്റെ പിന്നാലെ നടക്കരുത്, കാരണം എനക്കിന്നോട് അത്രയ്ക്ക് വെറുപ്പ. എന്താ ചേട്ടാ നന്നായിക്കൂടെ? ഞാൻ നിർത്തിയത് നിർത്തിയ പാർട്ടിയാ. പോടാ പോടാർന്ന്. ഇതാണ്ട് കുടിക്കാൻ്റെ വിഷമായിട്ട് മാറട്ടെ. ആ ഒന്നുകൂടി വയ്ക്കട്ടെ. ഒയ്ക്ക്. അടിച്ചോ, ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ അടിക്കട അങ്ങനത്തെ സാധനം കിട്ടിയിട്ട് അടിക്കാണ്ടൊക്കെ. ആ ഹലോ. ഓ ഞാൻ വരാം. ഓളെ വിളിച്ച് ഞാൻ പോയിട്ട് വരാം. ആ ഓള് വിളിച്ച സന്തോഷത്തിലൊന്ന് അടിച്ചോ. ഒന്ന് പോടോ. എനിക്കൊരിക്കലും എന്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ വരാനാവൂല. എനിക്കത് മനസ്സിലായി. എന്താണ് ഇനിയെല്ലാം നന്നാക്കാൻ ശ്രമിച്ചത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇനി എന്തല്ലേ ഈ പറയുന്നത്? മനു ഇനി എന്തിനാ എന്റെ മുമ്പിൽ നന്നാവാൻ നോക്കുന്നത്? നമുക്ക് നിർത്താം മനു, നമുക്ക് നിർത്താം. ദിസ് ഇസ് മൈ ലാസ്റ്റ് ഗിഫ്റ്റ്. കുടിച്ച് 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 നീ ചാവ്. What?